സെന്റർ കൂടെ ഇതൊന്ന് കുറച്ച് ഇങ്ങോട്ട് വരാൻ പറ. ഇവിടെ ഈ ഹോട്ടൽ ലെഫ്റ്റ് സൈഡ് വേണ്ട വേണ്ട ഒരുമിച്ച് പാലക്കാട് വികസനം വന്നത് പാലക്കാട്ടുകാർ അറിഞ്ഞു അത് 1800 ഏക്കർ സ്ഥലം ഇവിടെ സ്മാർട്ട് സിറ്റി വേണ്ടി സ്ഥലത്ത് ഒരു ഫ്ലക്സോട് പോലും ഇവിടെ നരേന്ദ്രമോദിക്ക് അഭിനന്ദനം 3800 കോടി കേരള ഗവൺമെന്റ് ഇതെല്ലാം നിങ്ങൾ അറിഞ്ഞോ എന്ന് അദ്ദേഹം അതുപോലെ തന്നെ എന്റെ സഹപ്രവർത്തകരെയും കൂടി ഒരു റൂമിൽ ഇരുത്തിക്കൊണ്ട് ചോദിക്കുകയുണ്ടായി. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇവിടെ ജനങ്ങൾ, പാലക്കാടിലെ ജനങ്ങൾ വളരെയധികം കൃത്യതയോട് കൂടിയിട്ട് ഈ കാര്യങ്ങളെല്ലാം അറിയുമ്പോൾ വികസനത്തിന് വേണ്ടി അവർ സെലക്ട് ചെയ്യാൻ പോകുന്നത് തീർച്ചയായിട്ടും ശോഭയായിരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു. ഞങ്ങൾ തീർച്ചയായിട്ടും അദ്ദേഹം പറയുന്നതിന് മുമ്പ് തന്നെ ഈ പർട്ടിക്കുലറായിട്ടുള്ള വിഷയം ഞങ്ങൾ ചർച്ച ചെയ്തിട്ടില്ലെങ്കിൽ കൂടി ഇവിടെ എന്തുകൊണ്ട് 5 കോടി രൂപയുടെ വികസനം നടത്താനുള്ള ഒരു MLA ആവാനായിട്ടല്ല അവരുടെ ശോഭ മത്സരിക്കുന്നതെന്ന് ഞാൻ അവരോട് പറഞ്ഞിരുന്നു. ഞങ്ങൾ ഇവിടെ ആവിഷ്കരിച്ച പദ്ധതി എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു 2000 പുതിയ മാനിഫെസ്റ്റോ, അതായത് ആരോഗ്യ മാനിഫെസ്റ്റോ വന്നു, യുവ മാനിഫെസ്റ്റോ വന്നു. ഇത് രണ്ടും ഞങ്ങൾ ഇവിടെ ആളുകളുടെ ഇടയിൽ വെച്ചു. ഗുജറാത്തിന്റെ മുഖ്യമന്ത്രി തന്നെ നോമിനേഷൻ കൊടുക്കാൻ വന്നു. ഗോവയുടെ മുഖ്യമന്ത്രിയും എനിക്കൊരു അനുജൻ പോലെയാണ്, അത്രയും ബന്ധമുണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യ ആദ്യമായിട്ട് പൊതുരംഗത്ത് ശോഭയ്ക്ക് വോട്ട് ചോദിക്കാൻ വേണ്ടിയിട്ട് സുലക്ഷണ സാവന്തിയെ ഇങ്ങോട്ടേക്ക് വിട്ടു. അതുപോലെ തന്നെ നമ്മുടെ നല്ല ആവേശമുണ്ടല്ലേ. അപ്പോ ഞാൻ ആവശ്യപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, രാജ്യത്തിന്റെ പ്രൈം മിനിസ്റ്റർ തന്നെ വന്ന് ഇവിടുത്തെ ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം ചോദിച്ചത് ഇവിടെ നമുക്ക് മാറാത്തത് മാറണ്ടേ എന്നുള്ളതാണ്. മാത്രമല്ല അദ്ദേഹം ചോദിച്ചു, കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ അത്രയും ഇങ്ങോട്ടേക്ക് കേരളത്തിലേക്ക് കൊണ്ടുവരാനും വികസനം ചർച്ച ചെയ്യാനും BJP കുറിച്ചാണല്ലോ. അല്ല, ആ അദൃശ്യ ശക്തി എന്ന് പറയുന്നത് ജമാഅത്ത് ഇസ്ലാമിയും അതുപോലെ തന്നെ SDPയും ഒരുമിച്ച് ചേർന്നുകൊണ്ട് നോക്കൂ, മുമ്പൊക്കെ പറഞ്ഞിരുന്നു, നമ്മുടെ പണ്ട് ലീഗിന്റെ ലീഡർ സിദി ഹാജി പറയുമായിരുന്നു, അതായത് വെള്ളിത്തളികയിൽ ഞങ്ങൾ മന്ത്രിമാരെ പാണക്കാട്ടേക്ക് കൊണ്ടുപോകും. അത് നമ്മൾ കേട്ടതാണ്. അത് കഴിഞ്ഞ് പിന്നീട് നമ്മൾ കണ്ടത് മുസ്ലിം ലീഗ് കേരളത്തിൽ അപ്രമാദിത്വം സ്വീകരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. എന്നാൽ ഇന്ന് നടക്കുന്നതായിട്ടുള്ള ഒരു വസ്തുത എന്ന് പറയുന്നത്, ജമാഅത്ത് ഇസ്ലാമിയുടെ വോട്ടും വാങ്ങിക്കൊണ്ട് ഇവിടെ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനം ജിന്നയുടെ ലീഗായി മാറിയിരിക്കുകയാണ്. അപ്പൊ ആ ജിന്നയുടെ ലീഗായിട്ട് മാറാനുള്ള കാരണം എന്ന് പറയുന്നത്, ജിന്നയുടെ ലീഗ് തീർച്ചയായിട്ടും കേരളത്തെ തകർക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. വർഗീയ വിഘടനവാദത്തിന്റെ വലിയ കരങ്ങൾ അത് ഇവിടെ ആകെ പടരുകയാണ്.
ഷാള് നമുക്ക് കുറച്ച് കഴിഞ്ഞിടാന്ന് പറയും ഇത് സംസാരം കഴിഞ്ഞിട്ട്. 5 മിനിറ്റ് ഇടാം. ഞങ്ങൾ പറയുന്നത് ഇവിടെ വേങ്ങര ഉൾപ്പെടെയുള്ള പല സീറ്റുകളിലും ഇവിടെ ജമാഅത്ത് ഇസ്ലാമിയുടെ ആവശ്യപ്രകാരം അവരുടെ തീവ്രമായിട്ടുള്ള ചിന്താഗതി പ്രകാരം അവർക്ക് താല്പര്യമുള്ളവരെ സ്ഥാനാർത്ഥിയാക്കുന്നത് നമ്മൾ. മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി പറഞ്ഞത് SDPI എന്ന് പറയുന്നത് മതേതര പാർട്ടിയാണ് എന്നാണ്. സ്ഥാനാർത്ഥിയും പറഞ്ഞു അതാ ഞാൻ പറയുന്നത്, മതേതര പാർട്ടിയാണ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഇവരുടെ ഉദ്ദേശം എന്താണ് എന്നുള്ള ചോദ്യം കേരള രാഷ്ട്രീയം ചർച്ച ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അപ്പൊ ജമാഅത്ത് ഇസ്ലാമി മതേതരമാണ്, SDPI മതേതരമാണ്. മാത്രവുമല്ല VD സതീശൻ പറയുകയാണ് ഞങ്ങൾക്ക്, അതായത് മുസ്ലിം ലീഗ് ഉപമുഖ്യമന്ത്രി സ്ഥാനം ചോദിച്ചിട്ടില്ല എന്ന് പറയുന്നത്. ചോദിക്കേണ്ട കാര്യം എന്താണ്? കാരണം ഇവിടെ ആരായിരിക്കണം ഉപമുഖ്യമന്ത്രി എന്നും ആരാണ് കേരള ക്യാബിനറ്റ് എന്നും കോൺഗ്രസിന് അഥവാ അധികാരം കിട്ടുകയാണെങ്കിൽ ഈ ക്യാബിനറ്റിനെ നിയന്ത്രിക്കുന്ന ഹൈക്കമാൻഡ് എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയുടെ ഹൈക്കമാൻഡ് അല്ല, അത് ജമാഅത്ത് ഇസ്ലാമിയുടെ SDPIയുടെ തീവ്രവാദ ഹബിന്റെ ഒരു ഹൈക്കമാൻഡ് ആയിരിക്കും കേരളത്തിൽ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ഇതിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള പ്രതിഷേധവും ശക്തമായിട്ടുള്ള പ്രതികരണവും പാലക്കാട് ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അത് ഭാരതീയ ജനതാ പാർട്ടിക്ക് തീർച്ചയായിട്ടും ഞങ്ങൾ പറഞ്ഞ ആശയത്തെ, ഞങ്ങളുടെ പോയിന്റ് എന്താണ്? ഞങ്ങൾ പറയുന്നത് രാജ്യമാദ്യം, പിന്നെ മതം, വ്യക്തി അവസാനം, സെൽഫ് ലാസ്റ്റ്. അപ്പൊ സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ പ്രയാസ്, ഈ 3 പോയിന്റുകൾ മുന്നിൽ വെച്ചുകൊണ്ട് ഈ രാജ്യത്തിന്റെ ഒരു IIT കിട്ടിയിട്ട് അതിനാവശ്യമായിട്ടുള്ള സ്ഥലം അക്വിസിഷൻ ചെയ്ത് കൊടുക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞാൽ അത് കേന്ദ്രത്തിന് ചെയ്യാൻ സാധിക്കില്ല, പണമല്ലേ കൊടുക്കാൻ പറ്റൂ. ഈ അക്വിസിഷൻ നടപടിക്രമങ്ങൾ ഇവിടെ ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു. അപ്പോൾ ഒരു സുവർണ കോറിഡോറിന്റെ ഭാഗമായിട്ട് പാലക്കാട് മാറുമ്പോൾ ആ പാലക്കാട് അതായത് BJPയുടെ ടീമിനകത്ത് നിന്നുള്ളവർ ആരോഗ്യവകുപ്പ് കൈകാര്യം ചെയ്ത പരിസ്ഥിതി, അതായത് നമ്മുടെ ഈ സംസ്ഥാനത്തിന്റെ പരിസ്ഥിതി സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾക്ക് ഒരാളുണ്ടായാൽ, വൈദ്യുതി വകുപ്പ് ഒരാൾ കൈകാര്യം ചെയ്താൽ, ഇപ്പൊ 48 മണിക്കൂർ ഒരാൾക്ക് ആഭ്യന്തര വകുപ്പ് കിട്ടിയാൽ എന്താ ഞങ്ങൾക്ക് കേരളത്തെ മുന്നോട്ട് നയിക്കാൻ സാധിക്കില്ലേ? 2.5% വോട്ടിൽ നിന്ന് ബിപ്ലവ് കുമാറിന് അവിടെ ത്രിപുരയിലെ മുഖ്യമന്ത്രിയാകാമെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഇന്ന് ഇവിടെ തന്നെ പാലക്കാട് അതിശക്തമായിട്ടുള്ള വേരോട്ടമുണ്ട്. ഈ ശ്രീധരനാണല്ലോ ഏറ്റവും കൂടുതൽ വോട്ട് പിടിച്ചത്. അന്ന് എന്താണ് പാളിച്ച സംഭവിച്ചത്? അതിൽ നിന്ന് മുന്നോട്ട് പോകാൻ എന്താണ് ശോഭാ സുരേന്ദ്രൻ ഇവിടെ ചെയ്തത്? അന്ന് ശ്രീധരൻ സാർ വന്ന സമയത്ത് ഞങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ പിരായിരിയിലും കണ്ണാടിയിലും മാത്തൂരും ഒന്നും ശക്തമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ശ്രദ്ധ കൊടുക്കാനായിട്ടുള്ള സമയത്തിന്റെ ഒരു കുറവുണ്ടായി. ഞങ്ങൾ മുനിസിപ്പാലിറ്റിയിൽ നിന്നാണ് തുടങ്ങിയത്. അപ്പൊ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് തുടങ്ങി 2-3 വട്ടം ഇവിടെയുള്ള പ്രധാന കേന്ദ്രം, ഞങ്ങളുടെ ആളുകൾക്ക് വേറൊരു കാര്യം കൂടിയുണ്ട്. കാരണം ഇപ്പൊ ഇന്നലെ രാത്രി 2 മണിക്കാണ് ഞാൻ മുനിസിപ്പാലിറ്റിയിലെ ചില കേന്ദ്രങ്ങളിൽ നിന്ന് കയറി വീട്ടിൽ പോയത്. എന്താ കാരണം? അവർക്ക് എന്റെ കൈ പിടിക്കണം, എന്നെ കാണണം, അവരുടെ ശോഭേച്ചിയാണ് അല്ലെങ്കിൽ അവരുടെ ശോഭാ സുരേന്ദ്രനാണ്. അപ്പൊ അവരെന്താ പറയുന്നത്? ഈ എല്ലാം BJPക്ക് വോട്ട് ചെയ്യുന്ന ആളുകളാണ്, പക്ഷേ കാണാതിരിക്കാൻ പറ്റില്ല. ഇപ്പൊ ഇവിടെ കടകളിലെ ആളുകൾ എന്താ പറയുന്നത്? അവർ പറയുന്നത് ഞങ്ങൾക്ക് ഞങ്ങളുടെ ശോഭാ സുരേന്ദ്രനെ കാണണം. ഇത് കാണുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച്, സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് ആവശ്യമാണ്. ഇങ്ങനെയുള്ള കാണൽ നടക്കുന്നതിന്റെ കൂട്ടത്തിൽ ഞാൻ ഇവിടെ സ്വീകരിച്ചിട്ടുള്ള ഒരു നയം എന്ന് പറയുന്നത്, എന്നെ 3 ദിവസത്തിലൊരിക്കലേ മുനിസിപ്പാലിറ്റിയിൽ കാണാൻ കിട്ടും. ഞാൻ അതിനിടയിലുള്ള 2 ദിവസവും കണ്ണാടിയിലും മാത്തൂരിലും പിരായിരിയിലും അവിടുത്തെ പല പല ആളുകളുടെയും വീടുകളിൽ, പ്രവർത്തകരുടെ വീടുകൾ, എത്ര കോൺഗ്രസുകാരുടെ ചോറ് കഴിച്ചു എന്നറിയുന്നു, എത്ര മാർക്സിസ്റ്റുകാരുടെ. അല്ല, അവർക്ക് വികസനം വേണം. അതായത് കണ്ണാടി പഞ്ചായത്തിന്റെ MLAക്ക് മത്സരിക്കാൻ കഴിയാതെ പോയ സാഹചര്യം ചർച്ചയാക്കുന്നുണ്ട്. അല്ല, അത് ഇനി എന്തിനാ ചർച്ചയാക്കാനുള്ളത്? കാരണം UDFന്റെ സ്ഥാനാർത്ഥി തന്നെ കേരളത്തിന്റെ പൊതുസമൂഹത്തോട് പറഞ്ഞ എന്താണ്? ഒരു വ്യക്തി ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്താൽ അത് വ്യക്തിപരമായ കാര്യമാണ് എന്നാണ് പറഞ്ഞത്. ഇത്ര സ്ത്രീത്വത്തെ അപമാനിക്കുന്ന, അവഹേളിക്കുന്ന ഒരാൾ UDFന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത 2 കൂട്ടുകാരെ കോൺഗ്രസിനകത്ത് അദ്ദേഹത്തിനുള്ള ഒന്ന് രാഹുൽ മാങ്കൂട്ടവും ഒന്ന് ഷാഫി പറമ്പലുമാണ്. ആ പെൺകുട്ടി പറയുകയാണ്, എനിക്ക് അച്ഛനില്ല, എനിക്ക് അമ്മയില്ല, എന്നെ നോക്കാൻ ആരുമില്ല. എന്നെ ഇങ്ങനെ ഒരു വിഷയത്തിന് വിധേയമാക്കുന്ന സമയത്ത് വീഡിയോ കോൾ വിളിച്ച് ആശാനെ കാണിച്ചു കൊടുക്കുകയായിരുന്നു പ്രക്ഷോഭം എന്ന് പറഞ്ഞിട്ട് കൂടി ആ പ്രക്ഷോഭിനെ തള്ളിപ്പറയാൻ സാധിക്കാത്ത UDFന്റെ സ്ഥാനാർത്ഥി ഇവിടെ നിൽക്കുമ്പോൾ ഇവിടുത്തെ അമ്മമാരുടെ പ്രതിഷേധം അത് ശക്തമായിട്ടുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇപ്പോൾ അവിടെ തടഞ്ഞതിനെതിരെ ശോഭാ സുരേന്ദ്രനും വലിയ തോതിൽ സൈബർ അറ്റാക്ക് ചെയ്യപ്പെടുകയാണ്. അല്ല, അതായത് അവിടെ എന്താ സംഭവിച്ചത്? ഇദ്ദേഹം ഈ കാര്യങ്ങൾ സംസാരിച്ചതുകൊണ്ട് പാലക്കാടിലെ അമ്മമാർക്ക്, സ്ത്രീകൾക്ക് മനസ്സിനകത്ത് വല്ലാത്ത വേദനയുണ്ടായി. പീഡനത്തിനെതിരാണ് ഞാൻ എന്ന് പറയണ്ടേ?
ഇവിടുത്തെ അമ്മമാരുടെ കൂടെ ഞാൻ നിൽക്കുന്നു. ഒരു പെൺകുട്ടിയും പീഡിപ്പിക്കപ്പെടാത്ത പാലക്കാടാണ് എന്റെ സ്വപ്നം എന്നല്ലേ UDFന്റെ സ്ഥാനാർത്ഥി പറയേണ്ടത്? മറിച്ച് ധിക്കാരപരമായിട്ടുള്ള ഒരു സമീപനം സ്വീകരിക്കുന്നു. ഇങ്ങനെ മാധ്യമ ലോകത്തോട് സംസാരിക്കുന്നു. കേരളം മുഴുവൻ അത് കാണുന്നു. അത് നമ്മുടെ കേരളത്തിന് അപമാനകരമായ സാഹചര്യം ഉണ്ടാക്കിയപ്പോഴാണ് അമ്മമാർ അവിടെ അദ്ദേഹത്തിനെതിരെ സംസാരമുണ്ടായത്. അത് കഴിഞ്ഞപ്പോൾ കൂടെയുള്ള ടീമിൽ നിന്നുള്ളവർ അതിശക്തമായി തെരുവിളികളുണ്ടായി. അത് കഴിഞ്ഞ് അവിടെ കൗൺസിലറുടെ ഭാഗത്ത് നിന്ന് അദ്ദേഹത്തോട് ചോദ്യം, നിങ്ങൾ എന്ത് നേതാവാണ് ചോദ്യം ചെയ്യുകയുണ്ട്. ഇതെല്ലാം നമ്മൾ കണ്ടു. അങ്ങനെയാണെങ്കിൽ തൃശ്ശൂരിൽ നമ്മുടെ ദേവനെ 2 മണിക്കൂർ സമയമല്ലേ തടഞ്ഞു വെച്ചത്? ഒരു ഫിലിം സ്റ്റാർ ശ്രീമാൻ ദേവനെ പോലെയുള്ള ഒരാൾ കിറ്റ് കൊടുക്കാൻ പോയി എന്നാണ് ഒരു കഥയുണ്ടാക്കിയത്. ശ്രീമാൻ പ്രതാപന്റെ നേതൃത്വത്തിൽ, മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ഒരുമിച്ച് അവിടെ തടഞ്ഞു വെച്ചു. ഞങ്ങളുടെ പോയിന്റ് ഇത്രയേ ഉള്ളൂ. ഇവിടെ ഈ വിഷയം ജയിച്ചു കഴിഞ്ഞായി മറ്റന്നാളെ ജയിച്ചു കഴിഞ്ഞായി 35,000 വോട്ടിന് ലീഡിങ്ങാണ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാഴ്ച മുമ്പേ. ചെറിയ ആളല്ലേ? വലിയ ആളാണ്. വലിയ ആ പ്രസാദത്തിന്റെ വ്യക്തിയാണ്. അതാണ് ചേച്ചി ശരി. ആണോ? അതെ, ബഹുമാനത്തോടെ ഇവിടെ കുറെ കാലമായോ? ഇത്തവണ എങ്ങനെയുണ്ട് പ്രശ്നം? എല്ലാവരും കഷ്ടത്തിൽ കൂടെ ഉണ്ടോ? തീർച്ചയായും അതൊരു സംശയമുണ്ട്. ഈ കാണുന്ന ആളുകളെ തന്നെ നോക്കിയത് ഇഷ്ടംപോലെ ആളുകൾ ഏത് സ്ഥാനാർത്ഥികളുടെ അവസാന ഇത്തിരി ആളുകൾ പ്രചരണത്തിലായിരുന്നു. ശോഭ ചേച്ചിയൊന്ന് കാണാൻ വേണ്ടി ആളുകൾ വെയിറ്റ് ചെയ്യുന്നത്. അപ്പൊ കൊട്ടിക്കലാശം ഗംഭീരമായിട്ട് സർപ്രൈസുകളൊക്കെ ഉണ്ടാവോ? കൊട്ടിക്കലാശം തീർച്ചയായും കേരളം കാത്തിരിക്കുന്ന സർപ്രൈസ് ഈ കൊട്ടിക്കലാശം ഉണ്ടാവും. ഈ കൊട്ടിക്കലാശം കേരളത്തിൽ ആദ്യമായി വനിതകൾ മാത്രമായിട്ട് നടത്തുന്ന കൊട്ടിക്കലാശം കാണാം. സർപ്രൈസ്. നമസ്കാരമുണ്ട്. പരിപൂർണമായ ചേച്ചി വിജയിക്കും. പ്രസ്ഥാനത്തിന്റെ കൂടെയാണ്. ചേച്ചി വിജയിക്കും. വിജയിക്കും. ഉറപ്പ്. ഇത് ഉറപ്പാണ്. ചേച്ചി വിജയിച്ച് നമ്മൾ അയക്കും. ചേച്ചിയെ വിജയിച്ച് നമ്മള് അസംബ്ലിയിലേക്ക് അയക്കും. ഉറപ്പ്. അപ്പൊ ഉറപ്പാണല്ലേ ഇവിടെ വലിയ ഈ സ്ത്രീകൾ മാത്രമുള്ള കൊട്ടിക്കലാശം മെസ്സേജ് ആയിരിക്കും അല്ലേ? അല്ല, നമുക്ക് നോക്കൂ, കേരളത്തിന്റെ നിയമസഭയ്ക്കകത്ത് ഇപ്പൊ തന്നെ കഴിഞ്ഞ 10-20 വർഷമായിട്ട് കേരളത്തിലെ സ്ത്രീ സമൂഹത്തിന് വേണ്ടി, അത് കോൺഗ്രസിൽ പ്രവർത്തിക്കുന്ന സ്ത്രീ ആകട്ടെ, മാർക്സിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീ ആകട്ടെ, അമ്മമാർക്ക് വേണ്ടി, സ്ത്രീകൾക്ക് വേണ്ടി ഇത്രയും സ്ത്രീകൾക്ക് കൊടുത്താൽ പോരാ എന്ന് പറഞ്ഞുകൊണ്ട് കേരള നിയമസഭയിൽ നിങ്ങൾ കൂടുതൽ പേരുണ്ടാകണമെന്ന് പറയുന്ന ഒരു സ്ത്രീ കൂടിയാണ് ഞാൻ. അപ്പോൾ വ്യക്തിപരമായിട്ട് പോലും അതിൽ നിന്ന് എനിക്ക് എന്ത് നെഗറ്റീവ് ഉണ്ടാകുന്നു എന്ന് ചിന്തിച്ചിട്ടല്ല. കേരളത്തിൽ സ്ത്രീകൾക്ക് കൂടി സമയം സമാഗതമായി എന്ന് പറഞ്ഞുകൊണ്ട് ചർച്ചകൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഇന്ന് ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ കഷ്ടപ്പെട്ട കഠിനാധ്വാനം ചെയ്ത ഇൻകുലാബ് സിന്ദാബാദ് വിളിച്ചുകൊണ്ട് പ്രസ്ഥാനമാണ് അവരുടെ ജീവിതം എന്ന് തീരുമാനിച്ച, കുടുംബം നോക്കാത്ത, കുട്ടികളെ നോക്കാത്ത, പ്രസ്ഥാനത്തെ ഒന്നാമതായി കണ്ടിട്ടുള്ള സ്ത്രീകൾക്ക് പോലും സീറ്റ് കൊടുക്കാൻ സാധിക്കാത്ത ഒരു പാർട്ടിയായി മാർക്സിസ്റ്റ് പാർട്ടി മാറുകയും MP വിജയരാഘവന്റെ ഭാര്യയായാൽ മാത്രം ബിന്ദുവിന് സീറ്റ് കിട്ടുകയും അതുപോലെ തന്നെ ശ്യാമളയ്ക്ക് സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ആ അസ്തിത്വം വേണ്ടിവരികയും ചെയ്തു എന്ന് പറയുമ്പോൾ ഈ സമത്വസുന്ദരമായിട്ടുള്ള സോഷ്യലിസം എവിടെ പോയി എന്നുള്ളത് ചർച്ച ചെയ്യപ്പെടുകയാണ് കേരള രാഷ്ട്രീയത്തിൽ. കോൺഗ്രസും അത് തന്നെയാണ്. ഞങ്ങൾക്ക് അഭിമാനത്തോടുകൂടി പറയാൻ സാധിക്കും, ഞങ്ങൾ ഏറ്റവും കൂടുതൽ സ്ത്രീകളെ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ സ്ഥാനാർത്ഥികളാക്കിയിട്ടുണ്ട്. മാത്രവുമല്ല 33% സംവരണം രാജ്യത്തിന്റെ പാർലമെന്റിലും അതുപോലെ തന്നെ രാജ്യസഭയിലും പാസ്സാക്കപ്പെട്ട ഈ കാലാംശത്തിൽ കേരള നിയമസഭയിൽ ശോഭ പോകണം എന്ന് ആഗ്രഹിക്കുന്നത് ഇവിടുത്തെ സ്ത്രീകൾ മാത്രമല്ല, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഈ കേരളത്തിലെ ഏറ്റവും, ഞാൻ ജയിച്ചു വരുമ്പോൾ ഞാൻ പത്മയോട് പറയാൻ ആഗ്രഹിക്കുന്നു, കേരളത്തിൽ ഒരു ജോലിക്കാരിയെ പോലെ ഏറ്റവും കൂടുതൽ സമയം കഴിഞ്ഞ 30 വർഷമായിട്ട് പൊതുപ്രവർത്തന രംഗത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ എന്നെ ഏറ്റവും നല്ല MLA ആയിട്ട് കേരള രാഷ്ട്രീയത്തിന് ഞാൻ സ്വയം സമ്മാനിക്കും. അതിൽ എന്തെല്ലാം പോസിറ്റീവാണോ ഉണ്ടാക്കിയെടുക്കേണ്ടത്, ആരുമായിട്ടാണോ ചർച്ചകൾ നടത്തേണ്ടത്, അതിൽ മാധ്യമ പ്രവർത്തകർക്കും അഭിപ്രായം പറയാം. അങ്ങനെ കേരളം ഒരു കഠിന പ്രയത്നം ചെയ്യുന്ന ഒരു MLA കേരളത്തിൽ കാണാൻ സാധിക്കും. അപ്പോൾ അതിന് നിങ്ങളുടെ കൂടി വിലപ്പെട്ട നിർദ്ദേശങ്ങൾ വേണം. 2031 മുഖ്യമന്ത്രിയായിട്ടാണ് പാലക്കാട് വരിക. അത് ഉറപ്പാണ്. ഇവിടെ എല്ലാരും ചേച്ചി എന്ന് വിളിക്കുമ്പോഴേ ഞാൻ ആദ്യം അല്ല, അത് അല്ലല്ല, സംഘപരിവാർ പ്രസ്ഥാനത്തിന്റെ ഒരു പൊസിഷനിലിരിക്കുന്ന ഒരു വ്യക്തി, അതിപ്പോ ഒരു കുട്ടി മുഖ്യ ശിക്ഷകയാൽ പോലും 60 വയസ്സ് കഴിഞ്ഞ 65 വയസ്സ് കഴിഞ്ഞ ആള് അദ്ദേഹത്തിനെ റെസ്പെക്ട് ചെയ്ത്, അതാണ് സംഘടനയ്ക്കകത്തുള്ള ഒരു അഭിസംബോധന എന്ന് പറയുന്നത്. തമിഴ്നാട്ടിലൊക്കെ അമ്മ എന്ന് അതെ അതെ.
ഓക്കെ, അപ്പോ അതാണ് സ്ത്രീകൾ പൊതുവെ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരണം എന്ന് പറയുന്ന വിശാലമായൊരു ലക്ഷ്യം കൂടി ശോഭാ സുരേന്ദ്രന് ഉണ്ട് എന്നുള്ളതാണ്. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി പൊതുരംഗത്ത് ഞങ്ങൾ എപ്പോഴും അത് ശരിയാണ്. 7% അധിക വോട്ടർമാരാണ് വനിതകൾ. പക്ഷേ അവരുടെ റെപ്രസെന്റേഷൻ എവിടെ എന്നുള്ളത് വലിയ ചോദ്യമാണ്. അത് എല്ലാ പ്രസ്ഥാനങ്ങളുടെയും ഭാഗത്തേക്ക് ആ ചോദ്യം ഉയരേണ്ടതാണ്. രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രസംഗം എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. രാഹുൽ ഗാന്ധി പറഞ്ഞ എന്താണ്, സ്ത്രീ മുഖ്യമന്ത്രിയാകുന്നതിന് വേണ്ടി ആഗ്രഹിക്കുന്ന ആളാണ് എന്നാണ് പറഞ്ഞത്. അപ്പൊ VD സതീശന് സാരി എടുത്ത് പുറത്തിറക്കാനാണോ തീരുമാനിച്ചിട്ടുള്ളത്? അതോ KC വേണുഗോപാൽ സാരി എടുത്ത് പുറത്തിറക്കും? നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞാൽ തന്നെ, അതായത് സ്ത്രീകൾക്ക് പ്രാതിനിധ്യം വേണം എന്ന് പറഞ്ഞാൽ തന്നെ അതിനെതിരെ ആക്രമിക്കുന്ന ഒരു വലിയ ആൺകൂട്ടമുണ്ട്. അല്ല, അപ്പൊ അത് ഇന്ന് കേരളത്തിലെ പൊതുസമൂഹമല്ല ആക്രമണത്തിന് നേതൃത്വം കൊടുക്കുന്നത്. ആ പൊതുസമൂഹത്തിലെ പുരുഷന്മാർക്ക് സ്ത്രീകൾ മുന്നോട്ട് പോകണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ പാർട്ടികൾ വ്യക്തമായ രീതിയിൽ ഭരണത്തിന് നേതൃത്വം കൊടുത്ത രണ്ട് കക്ഷികളും അവസരം കിട്ടിയിട്ട് പോലും ഈ സ്ത്രീ ജനസാമാന്യത്തെ മുന്നേറ്റുന്നില്ല എന്നുള്ള ചോദ്യം ഈ തെരഞ്ഞെടുപ്പിൽ മാറ്റിവെക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. തീർച്ചയായും കുറച്ചുകൂടി വിശാലമായ ചില രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ കൂടി ശോഭാ സുരേന്ദ്രൻ ഇവിടെ പങ്കുവയ്ക്കുകയാണ്. നമുക്ക് എല്ലാവിധ വിജയാശംസകളും നേരാം ശോഭാ സുരേന്ദ്രന്. അപ്പോ നമ്മൾ വൈകിട്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ശോഭാ സുരേന്ദ്രനോടൊപ്പം ഇനി ഇതൊന്നും എടുത്തോളാം. ശരി ശരി. ഒരെണ്ണത്തിന് ചോപ്പൺ ഒരെണ്ണം കൂടി കിടന്നോട്ടെ. ഇതൊക്കെ എടുക്കും. ഇതും അതെ, ഇവിടെ തൊഴുതു വന്നപ്പോ സ്വീകരിച്ചു. സാധാ വെള്ളം കുടിക്കാം, അല്ലെങ്കിൽ അത് മതി. ജീവിതത്തിൽ ആദ്യമായിട്ടുള്ള തേങ്ങ ഇങ്ങനെ കറക്റ്റായിട്ട് പൊട്ടണം. बोलो भारत माता की, बोलो भारत माता की जय जय बीजेपी, जय जय बीजेपी, जय जय बीजेपी. ശരി. ആൾക്കാർ ഞാൻ തന്നെ കുടിക്കാം. മഴ വെച്ച് കുടിച്ചു. നമസ്തേ. അത് കുറച്ച് കൂടുതലാണ്. മാറ്റാം.